ക്ലാസ്സുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസിലെ ജോഗ്രഫി വിഭാഗത്തിലെ 5-ാമത്തെ അധ്യായം സമുദ്രവും മനുഷ്യനും എന്ന പാഠഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സമുദ്രത്തിന്റെ വിവിധ പ്രത്യേകതകളെ കുറിച്ചുമാണ്. സമുദ്ര ജല സവിശേഷതകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് വേലികളെ കുറിച്ചായിരുന്നു. നമുക്ക് പ്രധാനമായും 2 വേലികളുണ്ടെന്നും ആ വേലികൾ ഏതൊക്കെയാണെന്നും തുടർന്ന് എന്താണ് വേലിയേറ്റം, എന്താണ് വേലിയിറക്കം, ഈ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നതിൻ്റെ ഫലങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചാണ്. എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങളുണ്ട്, ഈ സമുദ്രജല പ്രവാഹത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ടിട്ടുള്ള സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്നത്. ആദ്യം നമുക്ക് സമുദ്രജല പ്രവാഹം എന്താണെന്ന് നോക്കാം. സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത് ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് സമുദ്രജലത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. അതായത് ഒരു ദിശയിൽ നിന്നും മറ്റൊരു ദിശയിലേക്ക് സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് 2 തരത്തിലുള്ള സമുദ്രജല പ്രവാഹങ്ങളാണ് ഉള്ളത്. ഒന്ന് ഉഷ്ണജല പ്രവാഹങ്ങളും മറ്റൊന്ന് ശീതജല പ്രവാഹങ്ങളും. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഉഷ്ണജല പ്രവാഹങ്ങൾ എന്താണെന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഉഷ്ണമേഖലയിൽ നിന്നും ഉപോഷ്ണ മേഖലയിൽ നിന്നും സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹത്തെയാണ് നമ്മൾ ഉപോഷ്ണ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്. അതായത് ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലയിലേക്ക് ഒഴുകുന്ന ജലപ്രവാഹത്തെയാണ് ഉഷ്ണജലപ്രവാഹം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ജലപ്രവാഹമാണ് ശീതജല പ്രവാഹം. ശീതജല പ്രവാഹം ധ്രുവീയ ഉപധ്രുവീയ മേഖലയിൽ നിന്നും ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹത്തെയാണ് നമ്മൾ ശീതജല പ്രവാഹം എന്ന് പറയുന്നത്. ഇനി ഈ ശീതജല പ്രവാഹത്തിലും ഉഷ്ണജല പ്രവാഹത്തിലും അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണമായിട്ടുള്ള നിരവധി ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സമുദ്രജല ലവണത്വം, അതുപോലെ തന്നെ താപനില. ഈ 2 കാര്യങ്ങളും എല്ലാ സമുദ്രങ്ങളിലും ഒരുപോലെയല്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമുദ്രജലത്തിലെ ഈ ലവണത്വത്തിൻ്റെയും അതുപോലെ തന്നെ താപനിലയുടെയും വ്യത്യാസം സമുദ്രജലത്തിൻ്റെ സാന്ദ്രതയെ വ്യത്യാസപ്പെടുത്തുന്നുണ്ട്. ഈ സമുദ്രജലത്തിൻ്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ഈ സമുദ്രജല പ്രവാഹങ്ങളുടെ പ്രധാന ഘടകങ്ങളായിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. പ്രധാനമായും 3 സമുദ്രജല പ്രവാഹങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് പസഫിക് സമുദ്രത്തിലുള്ള ജലപ്രവാഹങ്ങൾ, പിന്നെ ഒന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിലുണ്ടാകുന്ന ജലപ്രവാഹങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന ജലപ്രവാഹങ്ങൾ. ഇങ്ങനെ 3 ഭാഗങ്ങളിലെ ജലപ്രവാഹങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹത്തെ കുറിച്ച് നോക്കാം. പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ജലപ്രവാഹങ്ങൾ, അതിന്റെ പേര്. അപ്പോൾ ഇപ്പൊ ആദ്യം പറയാൻ പോകുന്നത് പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹം. ഒഷിയോ പ്രവാഹം, അതുപോലെ കുറോഷിയോ പ്രവാഹം, അതുപോലെ ബ്രിട്ടീഷ് കൊളംബിയൻ പ്രവാഹം, ഉത്തര മധ്യമേഖല പ്രവാഹം, മധ്യമേഖല പ്രതിപ്രവാഹം, ദക്ഷിണ മധ്യ രേഖാ പ്രവാഹം, അതുപോലെ തന്നെ പശ്ചിമ വാത പ്രവാഹം, അതുപോലെ തന്നെ പെറു പ്രവാഹം അഥവാ ഹംബോൾട്ട് പ്രവാഹം, അതുപോലെ തന്നെ പൂർവ്വ ഓസ്ട്രേലിയൻ പ്രവാഹം. ഇങ്ങനെ ഒരുപാട് പ്രവാഹങ്ങളുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒഷിയോ പ്രവാഹം, കുറോഷിയോ പ്രവാഹം, പശ്ചിമവാത പ്രവാഹം, പെറു പ്രവാഹം. ഇവയൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി പറയാൻ പോകുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങളെ കുറിച്ചാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം പരിശോധിക്കാം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ നമുക്ക് നോക്കാം. ലാബ്രഡോർ പ്രവാഹം, അതുപോലെ തന്നെ ഗൾഫ് സ്ട്രീം പ്രവാഹം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് എന്താന്നുള്ള കാര്യം പറയുന്നതായിരിക്കും. ഓക്കെ, ഇത് രണ്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഗൾഫ് സ്ട്രീമും അതുപോലെ തന്നെ ലാബ്രഡോർ പ്രവാഹം, അതുപോലെ തന്നെ കാനറീസ് പ്രവാഹമുണ്ട്, ഫ്ലോറിഡ പ്രവാഹമുണ്ട്, ഉത്തര മധ്യരേഖ പ്രവാഹം, മധ്യരേഖ പ്രതിപ്രവാഹം, അതുപോലെ തന്നെ ബ്രസീൽ പ്രവാഹം, അതുപോലെ തന്നെ ബാൻഗോല പ്രവാഹം. ഇങ്ങനെ ഒരുപാട് പ്രവാഹങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഫ്ലോറിഡ, കാനറീസ്, അതുപോലെ ലാബ്രഡോർ പ്രവാഹവും ഗൾഫ് സ്ട്രീം പ്രവാഹവും. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കണം പറയാം. അപ്പം ഇതൊക്കെ കാണുന്നത്, ഇത്തരം പ്രവാഹങ്ങൾ കാണുന്നത് എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്ര ജലപ്രവാഹങ്ങളാണ് ഈ പറഞ്ഞവയെല്ലാം. അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ സ്വന്തം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, അതുപോലെ തന്നെ പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം, അതുപോലെ അഗുൽഹാസ് പ്രവാഹം തുടങ്ങിയ പ്രവാഹങ്ങളാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സമുദ്രജല പ്രവാഹങ്ങളെ കുറിച്ചാണ്. സമുദ്രജല പ്രവാഹം എന്താണെന്നും സമുദ്രജല പ്രവാഹത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നുവെന്നും സമുദ്രജല പ്രവാഹങ്ങൾക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. വീണ്ടും അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.